ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണോ ടോപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാം കേട്ടോ. അതായത് സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ലൊരു ലുക്കുള്ള ഒരു എലാസ്റ്റിക്, അതായത് ത്രെഡ് എലാസ്റ്റിക്, നൂല് എലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഉടുപ്പാണ് ചെയ്തിട്ട്. ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ചെയ്യാം, വലിയ ആളുകൾക്ക് ചെയ്യാം, ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇന്നർ ഇട്ടിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കൂടി പിന്നെ ഡെനിമിൻ്റെ അല്ലെങ്കിൽ അല്ലാത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതായിട്ടുള്ള ഒരു സ്ട്രഗ് പോലെ കോട്ട് പോലെയൊക്കെ ചെയ്തിട്ടും ചെയ്യാം. അപ്പം ഇത് വളരെ എളുപ്പമാണ്, ഏത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഈ മെലിഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും, ചെറിയ കുട്ടികളുണ്ടാവില്ല, അവർക്ക് ഇടാനും നല്ല സൗകര്യമുള്ള ഡ്രസ്സാണ്. എത്ര സ്ട്രെച്ചബിൾ ആയിരിക്കും എലാസ്റ്റിക് ഇട്ട് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കംഫർട്ടബിളാണ്, യൂസ് ചെയ്യാനും കംഫർട്ടബിളാണ്, തയ്ക്കാനും കംഫർട്ടബിളാണ്. അത് എളുപ്പമാണ് സംഗതി. ഒരുപാട് അളവോ കാര്യങ്ങളോ ഒന്നും വേണ്ടതില്ല. ജസ്റ്റ് 2 പീസ് ക്ലോത്ത് എടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്തവരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ വിട്ട് തരണം, നമുക്ക് കാണാമല്ലോ. ചെയ്തതിൻ്റെ ഫോട്ടോ എനിക്കും കാണാമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്ലോത്തിൻ്റെ ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ് കേട്ടോ. ആ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ പേപ്പറിൽ വേറെ കാണിച്ചു തരാം. പിന്നെ വിടുത്ത് വന്നത് നമ്മുടെ ക്ലോത്തിന് 44 ഇഞ്ച് വീതിയാണ്. ആ വിടുത്ത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 44 ഇഞ്ചുള്ള വീതിയുള്ള ക്ലോത്തിനെ വീതി ചുരുക്കി 44 ഇഞ്ച് വീതി ചുരുക്കിയിട്ട് ഇത്രയും ഒരളവിലേക്ക് മാറ്റിയതാണ് എലാസ്റ്റിക് ഇട്ടിട്ട്. കണ്ടില്ലേ, ഇങ്ങനെയുള്ള 2 പീസ്. അപ്പോൾ ഇതിന് എത്ര ക്ലോത്ത് വേണമെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഓരോന്നിനും കാൽക്കുലേഷൻ എത്ര വേണ്ടി വരുന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇത് കോട്ടൺ ക്ലോത്താണ്, മുക്കത്തെ കളർഫുൾ എന്നാണ് വാങ്ങിച്ചത്. 140 രൂപ എങ്ങനെ വില. ഞാൻ മേലെ ഭാഗം 1.5 ഇഞ്ചാണ് ഈ അടയാളപ്പെടുത്തിയത്. അവിടെ നിന്ന് താഴോട്ടേക്ക് ഓരോന്നും ഓരോ ഇഞ്ചാണ്. അതിങ്ങനെ ലൈൻ വരച്ച് തന്നെ നിങ്ങൾ തയ്ക്കാൻ നോക്കുക, എന്നാൽ പിന്നെ പെട്ടെന്ന് തയ്യൽ കഴിയും. അല്ല, ഞാൻ തെറ്റിപ്പോകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ആ ലൈന് കറക്റ്റായി കഴിഞ്ഞാലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം മേലത്തത് 1.5 ഇഞ്ച് എടുക്കുന്നത് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണം. അപ്പം 44 ഇഞ്ച് വീതിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ തുണിയുടെ വീതി കംപ്ലീറ്റ് എടുത്തതാണ്. 60 ഇഞ്ച് വീതിയിലുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, കുറയ്ക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെഷീനിൽ പോയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ ഭാഗം ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഫോൾഡിങ്ങിൽ മടക്കി നീളത്തിലുള്ള രണ്ട് പീസിൻ്റെ നീളത്തിൽ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് 44 ഇഞ്ച് വീതിയുള്ള ഭാഗം ആണ്. ലൈൻ വരച്ചില്ലേ, അതിൻ്റെ മേലെ ഭാഗമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 4 ഇഞ്ചിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് തന്നെ മതി കേട്ടോ, അത് കൂട്ടണ്ട, കൂട്ടിയാൽ ഭംഗി കുറയുന്നുണ്ട്. ചിലർ ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വലുതാക്കി വെച്ചിട്ട് സൈഡ് അവിടെ ടൈ ആക്കുക, അവിടെ കെട്ടുന്ന രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ പിന്നെ ബിഗിനേഴ്സ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ബോബിനിലെ നൂല് മാറ്റി അതിന് പകരം ഈ എലാസ്റ്റിക്കാണ് ഇടുന്നത്. കണ്ടില്ലേ, വലിയ കണ്ടില്ലേ? എലാസ്റ്റിക് എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എലാസ്റ്റിക്. ത്രെഡ് എലാസ്റ്റിക്, നൂല് എലാസ്റ്റിക് എന്നൊക്കെ പറയും. ഇതിങ്ങനെ ഒരു കെട്ടിന് 20 ഒക്കെ ഉള്ളൂ. ഞാനത് കുറച്ച് മുന്നേ വാങ്ങിയത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ എലാസ്റ്റിക്കിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈകൊണ്ട് വലിക്കാതെ വലിക്കരുത്, കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളാക്കി ചുറ്റരുത്, കാരണം ഇത് കുറച്ച് കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഒരു 3/4 ഭാഗം മാത്രം ചുറ്റിയിട്ട് അത് നമ്മൾ സാധാരണ ചെയ്യണം. എല്ലാ മെഷീനകത്തും ചെയ്യട്ടോ. ഇനി ഓരോരുത്തരിങ്ങനെ ശങ്കിച്ച് നിൽക്കണ്ട, ഇതിൽ പറ്റും എൻ്റെ കയ്യിൽ പറ്റുമെന്ന്. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി നൂല് പുറത്തെടുക്കുന്ന സമയത്ത് ലേശൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, മെഷീൻ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. എന്നിട്ട് സാധാരണ നൂലിടുന്ന പോലെ ഇടുക. അപ്പോൾ ത്രെഡ് എലാസ്റ്റിക്കാണ്, അതിന് ഏറ്റവും നേരിയ തന്നെ എടുക്കണം കേട്ടോ. ത്രെഡ് എലാസ്റ്റിക്കിൽ വണ്ണുള്ളതുണ്ടാകും, വണ്ണുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ നൂല് പുറത്തേക്ക് എടുക്കുന്നത് പോലെ തന്നെ എടുക്കുക. ഇത് അറിയുന്ന പലരും ഉണ്ടാവും, എന്നാൽ തീരെ അറിയാത്ത ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് തയ്ച്ചതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ലൈനിൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്.
വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് നേരെ അങ്ങനെ ആ ലൈനിലേക്ക് കൂടി ഇങ്ങനെ തയ്ച്ച് പോവുക കേട്ടോ. ഒന്നും തെറ്റാനില്ല. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ പറയുകയാണ്. വാട്സപ്പ് ക്ലാസ് അടുത്ത ബാച്ച് ഇത് 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാ. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പേര്, സ്ഥലം, വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ വഴി എനിക്ക് അയയ്ക്കുക. ഇൻസ്റ്റ ഇല്ലാത്തവർ ഇൻസ്റ്റ ഉള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ നെയ്ബേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് വഴി നിങ്ങളുടെ പേര്, സ്ഥലം, വാട്സപ്പ് നമ്പറും എനിക്ക് അയച്ചാൽ മതി. പിന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്നും കൂടി ഇതിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പം ക്ലാസ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? ബേസിക് മുതൽ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിലാണ് വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതേ ഫസ്റ്റ് ലെയർ നമ്മൾ ലാസ്റ്റ് വരെ എന്ത് ചെയ്തിട്ട് അവിടെ പിന്നെ കട്ട് ചെയ്യണ്ട കേട്ടോ. എന്നിട്ടൊന്നിങ്ങനെ വലിച്ചെടുക്കുക. ഇത് ഫുട്ട് പൊക്കിയിട്ട് വലിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത ലൈനിലേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ത്രെഡിൽ കേസിൽ ചുറ്റിയ ത്രെഡ് തീരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ 1-2 എണ്ണത്തിൽ ഇങ്ങനെ ബോബിൻ്റെ അകത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും ചുറ്റണ്ട. ഇങ്ങനെ ആ ലൈൻ ഫുള്ള് ചുറ്റിയെടുത്തപ്പോൾ ഞാൻ ആക്കിയതാണ് കേട്ടോ. 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ഈ എലാസ്റ്റിക്കിൽ കൂടെ കയറിയപ്പോൾ ചുരുങ്ങിയായത് കണ്ടില്ലേ. എന്നാൽ നമുക്ക് എലാസ്റ്റിക് ആയതുകൊണ്ട് ഇടുന്ന സമയത്ത് നമ്മളുടെ സൈസിനനുസരിച്ചിട്ട് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ചെറിയ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ അടിക്കാൻ പറ്റുന്നൊരു ഉടുപ്പാണ്. അതിന് മേലെ ഭാഗത്ത് വേണമെങ്കിൽ പട്ട കൊടുക്കാം, അല്ലെങ്കിൽ കയർ കൊടുക്കാം. ഒന്നുമില്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും അവിടെ നിന്നോളൂ. എലാസ്റ്റിക് ആയതുകൊണ്ട് വലിഞ്ഞ് നിന്നോളൂ. നല്ല രസമാണ് കാണാൻ, കുട്ടികളത് ഇട്ടിട്ട് കാണാൻ. ഈ ഭാഗം ഇങ്ങനെ ഫ്ലഫി പോലെ നിൽക്കുന്നത് കൊണ്ടൊരു ആ ഭാഗത്തിന് തടിയും തോന്നും. അങ്ങനെ 2 പീസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഒരു പണിയുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ബിഗിനേഴ്സ് ഒന്നും തെറ്റാനില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി എത്രയും എളുപ്പമായിരുന്നോ. നമ്മൾ കാണുന്ന ഒരാൾ ഇട്ടിട്ടൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെയൊക്കെ അടിച്ചതെന്നൊക്കെ ആലോചിച്ച പലരും ഉണ്ടാവും അല്ലേ. ഇത്രയും എളുപ്പമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി ജോയിൻ ചെയ്യാൻ പോവാണ്. രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് സൈഡ് നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്നത് പോലെ ജോയിൻ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഓരോന്നിൻ്റെയും ലൈന് കറക്റ്റാക്കി ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ 2 ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ തെറ്റാതെ വരച്ചാലേ അങ്ങനെ കിട്ടുള്ളേ. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 തവണ തന്നെ സ്റ്റിച്ച് കൊടുക്കുക, കാരണം എലാസ്റ്റിക്കും കൂടി വരുന്നതല്ലേ. ഇനി ഇതിന് ബാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ച് വിടുത്തും 16 ഇഞ്ച് ലെങ്ത്തുള്ള പീസ് എടുത്തിട്ട് അതിനെങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ആ തയ്യൽ തുമ്പ് ഞാൻ കുറച്ച് 1/2 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് എടുത്തത് കേട്ടോ. അത് വെച്ചാൽ 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് എടുത്ത് അതിനെ മറിച്ചെടുത്തുമ്പോൾ ഉള്ളിൽ കുറച്ചൊരു തിക്നെസ്സിൽ ആ തയ്യൽ തുമ്പ് തിക്നെസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നിട്ട് മറിക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചത് ഞാൻ കാണിച്ചതാ. ഇതേപോലെ മറിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള പട്ടയാണ് നമുക്ക് കിട്ടുന്നത്. പട്ടൻ്റെ 2 പീസ് 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിന്മേൽ വെച്ച് തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങനെ കാണും. എന്നിട്ട് നമുക്ക് ഷോൾഡറിൽ എവിടെയാണോ നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചിലർക്ക് കക്ഷത്തിൻ്റെ ഇങ്ങോട്ടേക്ക് അയക്കും വേണ്ടിയിട്ട്, ചിലർക്ക് സെൻട്രലായിരിക്കും വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ പിന്ന് കുത്തി വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്കാക്കി കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. കണ്ടില്ലേ എത്ര എളുപ്പമല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയും കുറച്ചും ചെയ്യുക. ഇതേപോലെ പട്ടായിട്ട് കൊടുക്കുന്നതിന് പകരം നേരെ തരത്തിൽ 2 പീസ് കൈയാക്കി കൊടുത്തിട്ട് അങ്ങനെ കെട്ടിയിടുക. ഷോൾഡറിൽ കെട്ടിയിടുന്ന രൂപത്തിൽ വേണേൽ ചെയ്യുക. അതൊന്നുമില്ലാതെ വെറുതെ വേണമെങ്കിൽ നമ്മൾ ചെസ്റ്റിലിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് വേണേൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രഗ് പോലെ ചെയ്യാം. റെഡിമെയ്ഡ് സ്ട്രഗുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ വേണം അങ്ങനെ ചെയ്യാം. അല്ല ഇൻഷാല്ലാ ഒരു സ്ട്രഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇന്നറിലിട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഫുൾ ലെങ്ത്ത് വരുന്നത് 55 മോക്ക് വേണ്ടത്. ആ 55 ലെങ്ത്ത് ഉടുപ്പിൻ്റെ ഈ പിന്നെ ഫുള്ളായിട്ട് വേണ്ട ലെങ്ത്താണ് കേട്ടോ ഉടുപ്പിൻ്റെത്. പക്ഷെ നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ടാണ്, ചെസ്റ്റിൻ്റെ അവിടെ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഇത് വരുന്നത്. മേലെ ഇതേപോലെ പട്ടയാണ് വരുന്നത്. ആ പട്ടക്ക് വരുന്ന ലെങ്ത്ത് 7 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത് 7 ഇഞ്ചാണ്. എത്രയാണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ 7 ബാക്കോട്ടേക്കും അതേപോലെ വേണ്ടേ. അപ്പോൾ 7 7 14. അതിൻ്റെ കൂടെ പിന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ അതിൻ്റെ 2 സൈഡും. അപ്പോൾ അതിന് 1 ഇഞ്ചും പിന്നെ
നമുക്ക് ഇതുമ്മലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പോകുന്ന തയ്യൽ തുമ്പും അങ്ങനെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 16 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ പട്ടൻ്റെ ലെങ്ത്ത് എടുത്തത്. അതിനെ വിടുത്ത് ഞാൻ പറഞ്ഞല്ലോ 4 ഇഞ്ചാണ്. അതായത് കുറച്ച് വീതിക്ക് തന്നെ പിന്നെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് മറിച്ചെടുക്കുമ്പോൾ 1.5 ഇഞ്ച് വരുന്ന രൂപത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ആ ബാൻഡിൻ്റെ അളവ് നമ്മൾ കുറച്ചു. 55 നിന്ന് 14 കുറച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 44 കിട്ടി. അതിൻ്റെ കൂടെ 44 55 നിന്ന് 14 കുറച്ചപ്പോൾ കിട്ടിയത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ട് എനിക്ക് കിട്ടിയ അളവ് 48ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 50 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 50 ഇഞ്ച് ലെങ്ത്ത് എടുത്ത്, കാരണം മേലെയും ഫോൾഡ് ചെയ്ത് തയ്ക്കണം, താഴെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്ത്, അതുകൊണ്ടാണ് 50 ഇഞ്ച് എടുത്തത്. അപ്പോൾ തുണിയുടെ വീതി 44 ഇഞ്ച്. അങ്ങനെയുള്ള 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് ഈ കാണുന്ന പീസ്. മനസ്സിലായില്ലേ? അപ്പം അതിൽ വേറെ കൈക്കുഴി കട്ട് ചെയ്യാനോ നെക്ക് കട്ട് ചെയ്യാനോ ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പം നമുക്ക് എടുത്ത ക്ലോത്തിൻ്റെ അളവ് 2 പീസ് 50 ഇഞ്ചിന് 2 പീസ് എന്ന് പറയുമ്പം 100 ഇഞ്ച് അല്ലേ? 100 ഇഞ്ചിനെ 39 കൊണ്ട് ഹരിക്കുക. 39 എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്ററിൻ്റെ ഇഞ്ചളവാണ്. അപ്പോൾ 100 ഹരിക്കണം 39 എന്ന് പറയുന്നത് 2.56 സെൻറ്റിമീറ്റർ എന്ന് പറയും. 56 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം നമ്മൾ ഇതിന് കറക്റ്റ് വന്ന തുണി ആ കുറച്ച് ബാക്കിയുള്ള സെൻറ്റിമീറ്റർ നമുക്ക് പിന്നെ ബാൻഡിനും എടുത്ത്, അപ്പോൾ 2 മീറ്ററും 60 സെൻറ്റിയാണ് ഞാനിതിന് യൂസ് ചെയ്തത്. ഞാൻ പക്ഷെ കട്ട് ചെയ്ത് വാങ്ങിയത് 3 മീറ്റർ ആയിരുന്നു. അപ്പോൾ 3 മീറ്റർ കൊണ്ട് ഇത് സുഖമായിട്ട് ചെയ്യാം. സ്ലീവ് വേണമെങ്കിൽ എടുക്കുക, കാരണം ആ ബാക്കിയുള്ളതിൽ നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പം തുണിയുടെ അളവ് മെഷർമെൻറ്റ് എങ്ങനെയാണ്, ഒരു ഡ്രസ്സിന് എത്ര തുണി വേണ്ടി വരും എന്നുള്ളത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ കണക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് സ്വന്തമായിട്ട് വെറുതെ ചെയ്ത് നോക്ക്. തീരെ അറിയാത്ത ആളുകൾ ഒരു ഡ്രസ്സിന് എത്ര തുണി എടുക്കുമ്പോൾ അറിയാത്ത കുറേ ആളുകളുടെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാം, നിങ്ങൾ വെറുതെ ഒരു ചുരിദാറിന് ഇത്ര വേണ്ടി ഒരു ഇത്ര ലെങ്ത്താണ് എന്നുള്ളത് ഇങ്ങനെ വെറുതെ കണക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ മനസ്സിലേക്ക് പിന്നെ വന്നോളൂ കേട്ടോ. കണ്ട ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ട, ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? മെലിഞ്ഞ ആളുകൾക്ക് ഭംഗിയാണ്, തടിച്ച ആളുകൾക്കും ഒരു ഒതുക്കം കിട്ടും. നല്ലൊരു ഡ്രസ്സാണ്. ഞാൻ മക്കൾ വളരെ ചെറുതാன സമയത്ത് കുറേ ഇങ്ങനെ ഇട്ടിട്ട് ഷോള് കൊണ്ടൊക്കെ തയ്ക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ അതേ അളവിൽ തന്നെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് തയ്ക്കാം, അതിനൊരു മാറ്റം വരുത്താനില്ല. അപ്പം ഇതാണ് ഡ്രസ്സിൻ്റെ ലുക്ക്. ഞാൻ ഇതിന് ഒരു കോട്ട് തയ്ക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് വിടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ID ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.